ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ട് പോവാം. ഹീറോ ഇങ്ങനെ ഗുടുഗുടു ഓടാൻ എന്നെ പിടിയിടേ പിടിയിടിയ ഹീറോ ഗുടുഗുടു ഓടാൻ തുടങ്ങി. പ്രിയ നിക്ക്, നിന്നെ അമ്മയോട് പറയൂ, പിടിക്ക് കുട്ടി രാശച്ചി. എന്നെ കൂടി കൂടി പായാൻ തുടങ്ങി. അങ്ങനെ ഓടി ഓടി പായുമ്പോൾ അതിൽ ഒരു പുരയിൽ കുടി വന്നായിരുന്നു. അടുത്ത വീടാണ്. അങ്ങനെ അവിടെ ഒരു ഹാൻസമായ ചെക്കനുണ്ടായിരുന്നു. അങ്ങനെ അവൻ പുറത്ത് ഇറങ്ങി വന്നു. നിക്കട മോനെ, അമ്മനെ കുറച്ച് ഫോൺ സംസാരിച്ച് വരാമെന്ന്. വി ആണ് അപ്പുറത്തെ വീട്ടിലുള്ള ചെക്കൻ. പിന്നെ വി പുറത്ത് ഇറങ്ങി വന്ന് ഫോൺ സംസാരിച്ചായിരുന്നു. ശരി ഓക്കെ. അങ്ങനെ ഫോൺ സംസാരിച്ചിട്ട് ഇങ്ങനെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞതാ. ഇങ്ങനെ ഇടിച്ചു. ഇങ്ങനെ വീഴാൻ പോകുമ്പോൾ പിടിച്ചു. രണ്ടുപേരും കണ്ണെടുക്കാതെ നോക്കാൻ തുടങ്ങി. ഞാൻ ചേച്ചി അങ്ങനെ രണ്ടുപേർ തിരിഞ്ഞ് നോക്കി. വേന വായി ഒന്ന് നോക്കാൻ തുടങ്ങിയായിരുന്നു. സോറി സർ, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ വി അവിടെ നിന്ന് പോയി. ചേച്ചി ചേച്ചി, അവരെ കാണാൻ സുന്ദരനായിട്ടുണ്ട്. പായ് മുണ്ടടി. ചേച്ചി മാറിനേക്കടി. ശരി ഓക്കെ. പ്രിയ, എന്താ അമ്മ? അവളെ വിളിച്ചോണ്ട് വാ. ശരി ഓക്കെ. അമ്മ വാ പോവാ. ശരി ചേച്ചി. അവൻ അമ്മ വന്നകത്ത്. എന്തമ്മ? അമ്മോ എന്താ അമ്മ? അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഇത് കൊടുത്തു വാ. അമ്മ ഞാൻ പോവാ. ചേച്ചിനോട് കൊടു. ചേച്ചി അവൾക്കൂടെ ജോലിയുണ്ട്, നീ പോയിട്ട് കൊടുത്തു വാ. ശരി അമ്മ. ശരി. ഈ അമ്മക്ക് എല്ലാ പണി എൻ്റെ കൂടെ ചോദിക്കുന്നതാ. ശരിയാണ്. അമ്മ ഇവിടുന്ന് എടുത്തോണ്ട് പോയി അപ്പുറത്തെ വീട്ടിൽ വെല്ലടിക്കാൻ തുടങ്ങി. വാതിൽ തുറന്നു. ജങ്കുക്ക് തുറന്നു. എന്താ? ഒന്നുമില്ല. എന്താ പറ്റി ജങ്കുക്ക്? ഒന്നുമില്ല അമ്മ, ഒരു കുട്ടി വന്നതാ. എന്താ പറ്റി? എന്തുമ്മ വേണോ? ഇല്ല, അമ്മ തരാൻ പറഞ്ഞതാ. അതിനെ അത് കൊടുത്തു ഒറ്റോടെ. എന്താ ജങ്കുക്ക് ചെയ്ത? ഒന്നുമില്ല അമ്മ, ഇവൾ വന്ന് നിങ്ങളുടെ പേടിച്ചു പോയി. നീ തരാൻ പറ്റിയ? ഇല്ല അമ്മ, ഇല്ല ജങ്കുക്ക് പറഞ്ഞു. ജങ്ക് സ്മൈൽ ചെയ്ത് തുടങ്ങി. ഗുടുഗുടു ഓടി വന്നിടിച്ചു. എന്ത് പറ്റി അമ്മു? ഇല്ല, അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. എന്നെ മിരട്ടി. മിരട്ടിയാ? ഇനി ഞാൻ മിരട്ടുന്നു? ഇല്ല, എന്നെ പേടിപ്പിച്ചു. അടിപ്പാവി, പേടിപ്പിച്ചു പറഞ്ഞു. ശരി ചേച്ചി പറഞ്ഞ് അവിടുന്ന് പോയി സ്കൂളിലേക്ക് പോയി. +2 പഠിക്കുകയാണ് ഹീറോയിൻ്റെ അനിയത്തി. അങ്ങനെ +2 ആണ്. അമ്മ എന്ത് പറ്റി? ഞാൻ കോളേജിൽ പോവാം. ശരിടി. അങ്ങനെ ഹീറോയി കോളേജിൽ പോകാൻ തുടങ്ങി. 3rd ഇയറാണ് പഠിക്കുന്നത്. ഹീറോയിൻ്റെ അനിയത്തി +2 ആണ്. അങ്ങനെയായിട്ട് കോളേജിൽ ഹീറോയി പോകാൻ തുടങ്ങി. ഫ്രണ്ട്സ് അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയാൻ തുടങ്ങി. എടി മച്ചി പ്രിയ, നമുക്ക് ഫസ്റ്റ് ഇയറാണ് കോളേജ്. നമ്മളിപ്പോൾ 3rd ഇയറാണ് പഠിക്കുന്നതാണ്. അതെടി, സ്റ്റാണ് 3rd ഇയർ. അങ്ങനെ 3rd ഇയർ ഞാൻ പഠിക്കുകയാണ്. അങ്ങനെ മച്ചി അങ്ങനെ റോസ് പറയാതെ. എടി, നമ്മളെ ക്ലാസ്സിക്ക് പുതിയ പ്രൊഫസർ വരുന്നു പറഞ്ഞിട്ടുണ്ട്. എന്ത് പ്രൊഫസറാ? അർജുൻ പറയാ. എടി മച്ചി, നിങ്ങളെ രണ്ടുപേരും എന്താ ചെയ്യുക? അപ്പോൾ ജാക്സൺ അവിടെ? ഹലോ ബ്രോ ജാക്സൺ, എന്താ പറ്റിയടാ? ഒന്നുമില്ലടാ, എനിക്ക് ബ്രേക്കപ്പ് ആയിടാ. ഇവനക്ക് എത്രാമത്തെ ബ്രേക്കപ്പ്? 8ാമത്തെ ബ്രേക്കപ്പ്ടാ. എന്നൊക്കെ അറിയാം. ജാക്സൺ, നീ എന്തിടാ ബ്രേക്കപ്പ് ചെയ്യുക? എടാ, അവനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലടാ. എൻ്റെ തള്ളി എന്ത് പ്രശ്നടാ? നീ എന്തിനാടാ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ? ഞാൻ പിങ്ക് കളർ ഹെയർ സ്റ്റൈലായിരുന്നു. ഇത് കണ്ട ആരും കൂടെ പിടിക്കും. പോടായിരിക്കുക. അതിനൊക്കെ സാഡായിട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ ജാക്സൺ ക്ലാസ്സിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. പ്രിൻസിപ്പൾ വന്ന് പറയാൻ തുടങ്ങി. നിങ്ങളുടെ ക്ലാസ്സിൽ പുതിയ പ്രൊഫസറാണ്. അതൊക്കെ തോന്നുന്നു സർ. ഹായ്, എൻ്റെ പേര് കിം ടയർ. ഷോർട്ട് വി എന്ന് വിളിക്കുക. അങ്ങനെ വി പറയാൻ തുടങ്ങി. എൻ്റെ ഷോർട്ട് നെയിം. അങ്ങനെ വി പറഞ്ഞു. അങ്ങനെ പഠിക്കണം സെറ്റായിട്ട് നന്നായിട്ട് വി പഠിപ്പിക്കുമായിരുന്നു. ഇത് ഹീറോയ്ക്ക് ഷോക്ക്. ഇയാളാണല്ലോ ഇവിടെ ഉള്ളത്. ശരി ഓക്കെ. മച്ചി, നിനക്ക് ഇവരറിയോ? അറിയോടി, എൻ്റെ വീട്ടിനടുത്ത്. ഇത് കേട്ടോ റോസൊക്കെ ഹാപ്പിയായി. മച്ചി വൈഫ് ഉണ്ടോടി? എനിക്കറിയില്ല. അപ്പോൾ ഗേൾ ഫ്രണ്ട്? എനിക്കറിയില്ല, എന്നോട് പറഞ്ഞാവോ? ശരി, ഇവിടെ പറഞ്ഞൊന്നും കേൾക്കില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാം, അപ്പം കാണാമല്ലേ. മിണ്ടാതിരിടി. ഞാനായിട്ട് റോസിനോട് മിരട്ടി. അങ്ങനെ വി പറയുന്നു. നിങ്ങളെല്ലാം പേര് പറയാൻ തുടങ്ങി. ഞാൻ ഒരാൾ ഫസ്റ്റ് ബെഞ്ചിൽ പറയാൻ തുടങ്ങി. സെക്കൻഡ് ബെഞ്ച്. അതിനായിട്ട് സെക്കൻഡ് ബെഞ്ച് പറയാൻ തുടങ്ങി. ബോയ്സ് എല്ലാം ഫസ്റ്റ് ബെഞ്ചിൽ എല്ലാ ബോയ്സ് പറഞ്ഞു കഴിഞ്ഞ നെയിം. ഫസ്റ്റ് ബെഞ്ച് ഞാൻ പറയും ഗേൾസ് പറയാൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് റോസ് പറയാൻ തുടങ്ങി. എൻ്റെ പേര് റോസ്. നീ പറയടി. എണിച്ചിട്ട് എൻ്റെ പേര് പ്രിയ. തളവക്കിയിട്ട് പറയാം. തളവക്കിയിട്ട് എന്തെങ്കിലും പറയണേ? വീട് നോക്കി പറയുന്ന. വീട് നോക്കി ഇതേ വോയിസല്ലോ. അങ്ങനെ വീട് നോക്കുമ്പോൾ ഷോക്ക് വീക്ക്. ഇവളാണോ എന്ന് കണ്ടു റിയാക്ഷൻ കാട്ടാതെ വി പോകുന്നു. എല്ലാവരും പറഞ്ഞു. ശരി ഓക്കെ.
അങ്ങനെ അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാം, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി. ശരി, ഓക്കെ. ക്ലാസ് എടുത്ത് അവിടെ നിന്ന് പോയി. ഇത് കണ്ടിട്ട് വച്ചി പ്ലീസ് ഡേ അങ്ങനെ ലഞ്ച് ടൈമായി. ജക്സൺ പറയാൻ തുടങ്ങി, എടാ പറഞ്ഞേക്കടാ, ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ജാക്സന് സ്മൈൽ ചെയ്ത് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് പറഞ്ഞത് ഒരു കാര്യമില്ലല്ലോ, എന്ത് ചെയ്യാമോ അറിയില്ലടി. അങ്ങനെയായിട്ട് ഫ്രണ്ടിനോട് പറയാൻ തുടങ്ങി. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ജങ്കുക്ക് വന്നു. എടി മച്ചി, റോസ് പറയുന്നത് ഇവിടെ സീനിയർ ആയിട്ടിരിക്കും. സീനിയറല്ല, ഇവൻ ജൂനിയർ ആയിട്ടിരിക്കും. ഞാൻ പോയിട്ട് നോക്കിയതാ, കാണുമ്പോൾ സീനിയർ മല്ലുണ്ടടി എന്നെ ജക്സൺ പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെ പോയിട്ട് ഹലോ നിങ്ങൾ ഏതാ ഫസ്റ്റ് ഇയർ ആണോ? അല്ല, ഫസ്റ്റ് ഇയർ അല്ല എന്ന് പറഞ്ഞു. എന്നെ ഏത് ക്ലാസ് പറഞ്ഞു. സോറി സീനിയർ. മുറിച്ച് ജങ്കുക്ക് അവിടെ നിന്ന് പോയി. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ക്ലാസ് കോളേജ് ഇങ്ങനെ ബിസി ആവാൻ തുടങ്ങി. അപ്പോൾ ജങ്കുക്ക് ഇങ്ങനെ ഹീറോയിൻ അനിയത്തി മുമ്പ് എപ്പോൾ നോക്കി ഹീറോയിൻ അനിയത്തി വെച്ച് കളയിക്കുന്നത്. ഹീറോയിൻ അനിയത്തി ചേട്ടന് ഭയങ്കര ബുള്ളിങ് ചെയ്യുന്നത്. ഹീറോയി പഠിച്ചിട്ട് ഗ്രാജുവേറ്റായി. ഹീറോയ്ക്ക് മാരേജ് ചെയ്യുക. ഹീറോയിൻ്റെ അനിയത്തി ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത്. അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് ചെയ്യിപ്പിക്കാൻ ചെക്കൻ നോക്കാൻ. പിന്നെ വീണ്ടും മമ്മി പറയാൻ തുടങ്ങി, അതല്ല എൻ്റെ മകനക്കും പെണ്ണ് നോക്കാമെന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ വീക്കും പ്രിയക്കും മാരേജ് ചെയ്തു. അങ്ങനെ രണ്ടുപേർക്കും മാരേജ് ആയി. ഹീറോയ്ക്ക് ടെൻഷനായി, അമ്മ നിനക്ക് ഇത്ര ചെക്കനുണ്ടായി, ഇവനാണ് കിട്ടിയതെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അങ്ങനെ ഹീറോയ്ക്ക് വീക്കും മാരേജ് ആയി. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ടെൻഷനായി, എന്തിനായിട്ട് ചെയ്യുന്നത്. അങ്ങനെ പറയുന്നു, നല്ല കെയറിങ് ഹസ്ബൻഡായിരുന്നു. അങ്ങനെ ആയിട്ട് കുറച്ച് ഡേയ്സ് പോയി. 2 ബേബീസാണ്, ഒരു ഗേൾ ബേബി ഒരു ബോയ് ബേബി. അങ്ങനെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഹീറോയിൻ അനിയത്തി കരയാൻ തുടങ്ങി. ചേച്ചി ഒന്ന് പറ്റിയടി. അങ്ങനെ ഹീറോയിൻ അനിയത്തി പറയാൻ തുടങ്ങി, ചേച്ചി എന്നെ പുള്ളിങ് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ തുടങ്ങി. എന്ത് പറ്റി? എൻ്റെ ക്ലാസ്സിൽ ഒരു ചെക്കൻ വന്ന് എനിക്ക് പ്രൊപ്പോസ് ചെയ്തായിരുന്നു, മൈക്കിൾ പറഞ്ഞിട്ട്. എനിക്ക് പ്രൊപ്പോസ് ചെയ്തായിരുന്നു. ഇവന് പോയിട്ട് അവൻ ഇടിച്ച് ചമ്മന്തി ചെയ്ത് അതൊക്കെ അറിയാൻ തുടങ്ങി. ജങ്കുക്ക് എന്ത് പറ്റി? ഒന്നുമില്ല, നീ എന്നെ പ്രൊപ്പോസ് ചെയ്യുന്നത് തല്ലിയത്?